വചനജായ 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 വചനജായ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരത്തെ മരമായും ഇലയെ ഇലയായും കാണാനുള്ള കഴിവിനെ വിവേചനാശക്തി എന്ന് വിളിക്കാം. ഈ വിവേചനാശക്തി തന്നെയാണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത്. ഇതേ വിവേചനാശക്തി തന്നെയാണ് അറിവുകളെ ക്രമീകരിക്കാനും അറിവുകളെ കൃത്യതയോടുകൂടെ ഉപയോഗപ്പെടുത്താനും നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതത്തിൽ ഈ വിവേചനാശക്തി വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ശുശ്രൂഷാ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വിവേചനാശക്തിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വചനഭാഗത്ത് ഈശോയുടെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലാദ്യം ഈശോ യോഹന്നാനോടും യാക്കോബിനോടും മറ്റ് ശിഷ്യന്മാരോടും ഒപ്പം പത്രോസിനെയും അന്ത്രോസിനെയും വീട്ടിലേക്ക് പോവുകയും അവിടെ പനി പിടിച്ച് കിടക്കുന്ന പത്രോസിൻ്റെ അമ്മയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അമ്മയെ സുഖപ്പെടുത്തിയതിന് ശേഷം അവളെ കരം പിടിച്ച് സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. കരം പിടിച്ച് സുഖപ്പെടുത്തിയതിന് ശേഷം കുറച്ച് നേരം കൂടി കിടന്നു എന്നൊന്നും ഈശോ പറയുന്നില്ല, അല്ലെങ്കിൽ അവളോട് കൂടുതൽ സിമ്പതറ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ ഒന്നും പറയുന്നില്ല. പനിയായിരുന്നില്ലേ, മാറിയെങ്കിലും കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുത്തോ എന്നല്ല പറയുന്നത്, മറിച്ച് അവളെ ശുശ്രൂഷയിലേക്ക് ഈശോ കൊണ്ടുവരാനായിട്ട്, ഈശോയെ ശുശ്രൂഷിക്കാൻ, ആ ശിഷ്യന്മാരെ, ആ കൂട്ടത്തെ ശുശ്രൂഷിക്കാനായിട്ട് അവളെ അനുവദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ആ കുടുംബത്തോട് ആ ദിവസത്തിൽ മുഴുവനും സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഈശോ തീരുമാനിക്കുന്നില്ല. അവിടെ നിന്ന് പുറത്തു വരാനും അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടും, പ്രത്യേകിച്ച് ഒരുപാട് ഈ ഒരു സൗഖ്യത്തിൻ്റെ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഈശോയുടെ അടുത്തേക്ക് ഒരുപാട് രോഗികളെയും പിശാച് ബാധിതരെയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈശോ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, സൗഖ്യം കൊടുക്കുന്നുണ്ട്, അവർക്ക് പൈശാചികമായ ബാധകളിൽ നിന്ന് മോചനം നൽകുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു കാര്യം ഇതാണ്: നമുക്കിവിടെ അങ്ങ് കൂടാം. എന്നാൽ ഈശോ പറയുന്നു, നമുക്ക് മറ്റു പട്ടണങ്ങളിലേക്കും പോകാനുണ്ട്, അവിടെയും എനിക്ക് ഇതേ ശുശ്രൂഷകൾ തന്നെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി മറ്റിടങ്ങളിലേക്ക് പോകുന്ന ഈശോയെ കാണുന്നു. ഈശോ അതിനിടയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഈശോ പ്രഭാതത്തിൽ ഈശോ പിതാവുമായി പ്രാർത്ഥനയിലായിരിക്കുന്ന അനുഭവം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ മനുഷ്യരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണമെന്നും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നും, ദൈവത്തിനുമായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക, ആ 2-ാം സ്ഥാനമാണ് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിനുള്ളത് എന്ന് നമ്മൾ ഇന്നത്തെ വചനഭാഗത്തിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഈ മർക്കോസിന് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മർക്കോസിന് സുവിശേഷം ഡെലിവറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സുവിശേഷമാണ്. വളരെ ക്ലിപ്തമായിട്ടുള്ളൊരു സുവിശേഷമാണ്. 16 അധ്യായങ്ങളേ ഉള്ളൂ. മർക്കോസ് സുവിശേഷകൻ തന്നെ ഈ തനിക്കുള്ള ആ വിവേചനാശക്തി ഉപയോഗിച്ച് വളരെ ക്ലിപ്തതയോടുകൂടി എഴുതിയിരിക്കുന്ന ആദ്യ സുവിശേഷം കൂടെയാണത്. ഈ സുവിശേഷ ഭാഗത്ത് കാര്യം സുവിശേഷം ചെറുതാണെങ്കിലും ഒത്തിരി പൈശാചികമായ ബന്ധനങ്ങളെക്കുറിച്ചും പൈശാചിക ബാധകളെക്കുറിച്ചും ഒക്കെ വളരെ നീണ്ട വിവരണങ്ങൾ നൽകുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഈ പൈശാചികമായ ബന്ധനങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് കൂടെ ഈശോയുടെ ഈ വിവേചനാശക്തി എന്ന ഈ വരത്തിലൂടെ ഈശോ നമുക്ക് നൽകുകയാണ്. ഈശോയുടെ ആ മിനിസ്ട്രി നമുക്ക് നൽകുകയാണ്. നമ്മളുടെയൊക്കെ ശുശ്രൂഷാ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ആ വിവേചനാശക്തി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബന്ധനാവസ്ഥകളിലേക്കോ അല്ലെങ്കിൽ ബന്ധനങ്ങളിലേക്ക് തന്നെയോ അല്ലെങ്കിൽ പൈശാചികതയിലേക്കോ പൈശാചിക പീഡകളിലേക്കോ ഒക്കെ വീണുപോയേക്കാം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ഇങ്ങനെ ബന്ധനാവസ്ഥയിൽ കിടക്കുന്ന ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരിഭവം പറയുന്ന, ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്ന, അതുപോലെ തന്നെ താൻ ജനിച്ച ദിവസത്തെ തന്നെ പഴിക്കുന്ന, ദൈവത്തെ നിന്ദിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ജോബിൻ്റെ ആ ബന്ധനാവസ്ഥയിലുള്ള ആദ്യ പടി നമ്മൾ കാണുക. എന്നാൽ 2-ാമത്തെ വായനയിലും 3-ാമത്തെ വായനയിലും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 2-ാമത്തെ വായനയിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ
ഈശോയുടെ അതേ വിവേചനാശക്തിയോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി തന്നെയാണെന്നുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടെ അത് ചെയ്യുന്ന പൗലോസ്ലീഹയെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈശോയെയും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വികാരത്തോടുകൂടെ മനുഷ്യർ പെരുമാറുമ്പോൾ അത് പൈശാചികതയ്ക്ക് പ്രവർത്തിക്കാനുള്ളൊരു എളുപ്പ മാർഗമാണ്. ബന്ധങ്ങൾ പലപ്പോഴും വികാരങ്ങൾക്ക് വഴി തുറന്ന് വിടുന്നതായി മാറുമ്പോൾ അവിടെ പൈശാചികത കടന്ന് വരാൻ എളുപ്പമാണ്. ഈശോ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല, ഈശോയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധവും ആ ബന്ധത്തിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന ദൗത്യവും ആ ദൗത്യത്തിലേക്കുള്ള തൻ്റെ വഴിയുമാണ് അവിടത്തേക്ക് പ്രാധാന്യം. അതിനുശേഷം മാത്രമേ ബന്ധങ്ങളുണ്ടാക്കുന്ന ആ തരളിതമായ വികാരങ്ങളുമൊക്കെ വരുന്നുള്ളൂ. അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യവും അതിൻ്റേതായ സ്ഥാനവും കൊടുക്കുന്നു എന്നുള്ളത്, അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തിന്മയുടെ ശക്തികളുടെ ബന്ധനാവസ്ഥകളിലേക്ക് വീഴാതിരിക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, നമ്മളുടെ അനുദിന ജീവിതത്തിലെ വളർച്ചയിൽ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിലെ വളർച്ചയിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെയും നമ്മളുടെ ദൗത്യങ്ങളും ശുശ്രൂഷകളുമായിട്ടുള്ള ജീവിതത്തിലെ വളർച്ചയിലും അത് ഈ ഒരു വിവേചനാശക്തി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചാൽ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം വായിക്കുമ്പോൾ അവൾക്ക് ഈ ഒരു വിവേചനാശക്തി, ബന്ധങ്ങളുടെ മേലുള്ള ഒരു വിവേചനാശക്തി ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ 12-ാം വയസ്സിലൊക്കെ അങ്ങനെയായിരുന്നു എന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. വളരെ പ്രാർത്ഥനയുള്ളൊരു കുട്ടിയായിരുന്നു. 3-ാം വയസ്സ് മുതൽ വളരെ ശക്തമായി പ്രാർത്ഥിക്കാനായിട്ട്, മാനസിക പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലേക്കൊക്കെ ഉയരാനായിട്ട് സാധിച്ചിരുന്ന, ആ മെഡിറ്റേഷൻ്റെയൊക്കെ തലങ്ങളിലേക്ക് ഉയരാനായിട്ട് സാധിച്ചിരുന്നു എന്നാണ് അവളുടെ ജീവിതം പഠിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും ആ ബന്ധങ്ങളുടെ മേഖലയിൽ അവൾക്ക് ആ വിവേചനം കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. എപ്പോഴെപ്പോഴും കരയുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. അത് മാറ്റി എടുക്കുന്നത് അവളുടെ അപ്പനാണ്. അപ്പൻ അവളുടെ 12-ാം വയസ്സിലെ ക്രിസ്മസ് രാത്രിയിൽ അവൾക്ക്, ചെറിയ കുട്ടികൾക്ക് പിതാക്കന്മാർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മുതിർന്നവർ ഗിഫ്റ്റുകൾ കൊടുക്കും. അപ്പോൾ പാതിരാ കുർബാന, ക്രിസ്മസ് രാത്രിയിലെ പാതിരാ കുർബാനയും കഴിഞ്ഞ് അപ്പൻ്റെ പ്രിയപ്പെട്ട മകള് അപ്പൻ്റെ പ്രിയപ്പെട്ട സമ്മാനവും ആഗ്രഹിച്ചുകൊണ്ട് സമ്മാനം വയ്ക്കാറുള്ള സ്ഥലത്തേക്ക്, ചിമ്മിണിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ഒരു സമ്മാനവും ആ ക്രിസ്മസിന് കൊച്ചു ത്രേസ്യയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അവൾക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പൻ തന്നെ സ്നേഹിക്കുന്നുണ്ടോ, അപ്പൻ തന്നെ സ്നേഹിക്കുന്നില്ലേ, അപ്പൻ തന്നെ വെറുക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ കരഞ്ഞു. അവളുടെ റൂമിൽ പോയി കിടന്ന് തലയിണ നനച്ച് കരഞ്ഞു എന്നാണ് അവൾ തന്നെ എഴുതുന്നത്. പക്ഷേ ആ കരച്ചിലിൻ്റെ ഒക്കെ ഒടുവിൽ അവൾക്കൊരു ഇന്നർ ഹീലിംഗ് കിട്ടുന്നുണ്ട്. അവൾ സുഖപ്പെട്ടവളായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് ഒരിക്കലും അവൾക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു. തൻ്റെ അപ്പൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഒരു സമ്മാനത്തിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ള ആ ബോധ്യത്തിലേക്ക് വരാനായിട്ട് അവൾക്ക് സാധിച്ചു. പിന്നീട് അപ്പനുമായിട്ടുള്ള വളരെ മനോഹരമായൊരു ബന്ധം, അവൾ കോൺവെൻറ്റിനകത്തായിരിക്കുമ്പോൾ പോലും അപ്പൻ്റെ മരണം വരെയും വളരെ സുന്ദരമായൊരു ബന്ധം അവൾ കാത്തു സൂക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്. മറുഭാഗത്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യ ആദ്യം അപ്പനാണ് അവളെ ഹീൽ ചെയ്തെങ്കിൽ പിന്നീട് അപ്പനെ തന്നെ ഹീൽ ചെയ്യുന്നൊരു ഭാഗവും കാണുന്നുണ്ട്. അതായത് ഇങ്ങനെ മെച്ചപ്പെട്ടൊരു മെച്യൂരിറ്റിയിലേക്ക് വന്നതിന് ശേഷം അവൾക്ക് കോൺവെൻറ്റിൽ ചേരണമെന്ന് താല്പര്യം തോന്നി. കുടുംബത്തിൽ നിന്ന്, ആ കുടുംബ ബന്ധത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് കോൺവെൻറ്റിൽ കൊണ്ടുപോയി നടണമെന്ന് ആഗ്രഹിച്ച കൊച്ചു ത്രേസ്യ അത് തൻ്റെ അപ്പനെ ഒരുപാട് വേദനിപ്പിക്കും, വൈകാരികമായി വിഷമത ഉണ്ടാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോൾ അത് അപ്പനോട് തൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. അതിനുവേണ്ടി അവൾ ഒത്തിരി ഒരുങ്ങി, നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങി എന്ന വിധത്തിൽ അവൾ വളരെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഒരു സായാഹ്നത്തിൽ വീടിൻ്റെ പിന്നാമ്പുറത്തെ പൂന്തോട്ടത്തിൽ തൊടിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, കിളച്ചുകൊണ്ടിരിക്കുന്ന അപ്പൻ്റെ അടുത്തേക്ക് അവൾ സാവധാനത്തിൽ ചെന്ന് അവിടെ എങ്ങനെ നോക്കി നിന്നു. അവളിങ്ങനെ പമ്മി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അപ്പച്ചന് മനസ്സിലായി എന്തോ തൻ്റെ കൊച്ചിന് തന്നോട് പറയാനുണ്ട് എന്ന് അപ്പച്ചന് മനസ്സിലായി. അപ്പച്ചൻ പണി നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവൾ സാവധാനത്തിൽ പറഞ്ഞു, എനിക്ക് കോൺവെൻറ്റിൽ ചേരണം,
ചേച്ചിമാരോടൊപ്പം എനിക്ക് കോൺവെൻറ്റിൽ ഒരു കന്യാസ്ത്രീയായി ജീവിക്കാനായിട്ടാണ്, കർമ്മലീത്ത സഭയിൽ ചേർന്ന് ജീവിക്കാനായിട്ടാണ് എനിക്ക് താല്പര്യം എന്ന് അവൾ പറഞ്ഞു. അത് വ്യക്തമായ കൃത്യമായ തൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള കൃത്യതയാർന്ന ചിന്തകളോടുകൂടെ തന്നെയാണ് കൊച്ചു ത്രേസ്യ പറയുന്നത്. ഇത് കേട്ട ഉടൻ തന്നെ അദ്ദേഹത്തിനൊരു ഷോക്കാണ് ഉണ്ടാകുന്നത്. അപ്പച്ചൻ തൻ്റെ കൊച്ച് ഇത്രയും നാൾ അവളുടെ അപ്പനും അമ്മയും ഒക്കെയായി താൻ വളർത്തി വലുതാക്കിയ തൻ്റെ കൊച്ച് തന്നെ വിട്ടു പോകാൻ പോകുന്നു എന്നുള്ള വലിയ മാനസികമായ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ആ വൈകാരികമായ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് വലിയ വേദനയോടുകൂടി അദ്ദേഹം നിൽക്കുകയെന്നല്ല, ഒരു അരമണിക്കൂറോളം നേരം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ആ പൂന്തോട്ടത്തിലൂടെ നടന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അവസാനം അദ്ദേഹം അവരുടെ ഭവനം ഇരിക്കുന്ന വീടിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ആ മതിലിൽ വളർന്നു നിൽക്കുന്ന ഒരു കൊച്ചു ഡെയ്സി ചെടി പറിച്ചെടുത്ത് അതിലൊരു കൊച്ചു പൂവുമുണ്ട്. ആ ഡെയ്സി ചെടി പറിച്ചെടുത്ത് വളരെ മതിലിൻ്റെ മുകളിൽ മുരടിച്ച് നിൽക്കുന്ന ഒരു ഡെയ്സി ചെടി, അതിൽ പൂക്കൾ ഉൾപ്പെടെയുള്ളത് പറിച്ചെടുത്ത് കൊണ്ട് വന്നിട്ട് കൊച്ചു ത്രേസ്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: മോളെ, കൊച്ചുറാണി, ഇത്രയും നാളും നീ വളർന്നത് ഈ മതിലിൻ്റെ മുകളിലായിരുന്നു. എന്നാൽ ഈ കൊച്ചുപൂവിൻ്റെ സ്ഥലം, ഈ കൊച്ചു ചെടിയുടെ സ്ഥലം മതിലിൻ്റെ മുകളിലല്ല, അത് വളരേണ്ടത് കാർമലിലെ പൂന്തോട്ടത്തിൽ തന്നെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കൊച്ചു ചെടി അവളുടെ കയ്യിൽ കൊടുക്കുകയും അവൾക്ക് കോൺവെൻറ്റിൽ ചേരാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. വൈകാരികമായ തലങ്ങളെ എങ്ങനെ നേരിടണമെന്ന്, അതായത് ദൈവീകമായ ജ്ഞാനത്തോടുകൂടെയും വചനത്തെക്കുറിച്ചുള്ള അറിവോടുകൂടെയും വചനബന്ധിതമായി ദൈവീകമായ തീരുമാനങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് വൈകാരികമായ തലങ്ങളെ കൊണ്ടുപോകണമെന്നും ബന്ധങ്ങളുടെ തലങ്ങളെ കൊണ്ടുപോകണമെന്നും നമ്മളെ ക്രിസ്തീയത പഠിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തതാണ് പലപ്പോഴും പല വ്യക്തികൾക്കും പൈശാചികമായ ബന്ധനങ്ങൾക്കും അതുപോലെ തകർച്ചകൾക്കും പീഡകൾക്കും ഒക്കെ കാരണമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലേക്ക് നോക്കാം. മരത്തെ മരമായും ഇലയെ ഇലയായും തിരിച്ചറിയുന്ന ആ ദൈവിക ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. പരിശുദ്ധാത്മാവാണ് ഡിസേൺമെൻറ്റിൻ്റെയും അറിവിൻ്റെയും വിവേചന ശക്തിയുടെയും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കൃപ നമുക്ക് നൽകുന്നത്. ആ കൃപകൾ നമ്മളിൽ ധാരാളമായി ഉണ്ടാകട്ടെ. ആമേൻ. വചനജായ 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 വചനജായ